ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഒരിക്കൽ കൂടെ അവിടുത്തെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുവാനായിട്ട് അവിടുത്തെ കൃപയൊരുക്കിയ ഏറെ തെളിമയുള്ള ഈ സന്ദർഭത്തെ പ്രതി നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാം. സഹോദരങ്ങളെ, നമുക്കേറെ പരിചിതമായ ഒരു വേദസന്ദർഭം തന്നെയാണ് ഇന്ന് നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് വായിച്ച് ചിന്തിക്കുവാൻ പോവുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ശിഷ്യന്മാർ യേശുവിനോട്, ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാകുന്നുവെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. യേശു അവരോട്, വരം ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ വചനം ഗ്രഹിക്കുന്നില്ല എന്നുത്തരം പറഞ്ഞു. കല്യാണത്തിന് വായിച്ച് കേൾക്കുന്ന ഭാഗമാണ്. ഈയിടെ സംബന്ധിച്ചൊരു കല്യാണത്തിൽ പുരോഹിതൻ ഉദ്ബോധനം കൊടുക്കുന്ന സന്ദർഭത്തിൽ പഴയ കഥയാണ് അദ്ദേഹം തന്നെ കേൾക്കുന്നവരോട് പറഞ്ഞത്. മറ്റൊന്നുമല്ല, മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥയാണ്. എന്താ സംഭവിച്ചേ? കാറ്റ് വന്നപ്പോൾ മണ്ണാങ്കട്ട കരിയിലയുടെ പുറത്ത് കയറിയിരുന്നു അത്രേ. അങ്ങനെ കരിയിലയെ രക്ഷിച്ചു. മഴ വന്നപ്പോഴോ തിരിച്ച്. എങ്ങനെ? കരിയില മണ്ണാങ്കട്ടയ്ക്ക് മേൽ ഒരു കുട പോലെ നിവർന്നു നിന്നു അത്രേ. അപ്പോൾ മഴയത്ത് അലിഞ്ഞു പോവാതെ മണ്ണാങ്കട്ട രക്ഷപ്പെട്ടു എന്ന്. എന്തേ ഈ കഥ ഇവിടെ എന്നിപ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും. അതേ, എന്തിനാ നമ്മൾ ആ വിവാഹം ദൈവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കാറ്റും കോളുമൊക്കെ ഒരുമിച്ച് വരുന്ന ജീവിതത്തിലേക്ക് 2 പേര് വിളിക്കപ്പെടുകയാണ്. കാറ്റും കോളും ഒരുമിച്ച് വരുന്ന ജീവിതത്തിലേക്ക്. കഥയിൽ കാറ്റും കോളും ഒരുമിച്ചായിരുന്നില്ലല്ലോ. കാറ്റ് വന്നപ്പോൾ തന്നെ മഴ പെയ്തിരുന്നെങ്കിൽ സംഭവം അതാളത്തിലായനെ. മഴ പെയ്തപ്പോൾ തന്നെ കാറ്റടിച്ചിരുന്നെങ്കിൽ കാര്യം വളരെ കഷ്ടമായനെ. ജീവിതം അങ്ങനെയല്ലേ, കാറ്റും കോളും മഴയും ഒക്കെ ഒരുമിച്ചാണ്. അപ്പോൾ അവിടെ ഈ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ കൊണ്ട് കാര്യങ്ങൾ ഓടൂല. എന്തു വേണം നമുക്ക്? പിന്നെ തിരുവചനം വ്യക്തമായിട്ട് നമ്മളോട് പറയാണ്, വരം ലഭിച്ചവനല്ലാതെ മറ്റാർക്കും ഇത് സാധിക്കുകയില്ല. അപ്പോൾ ഒരു വരപ്രസാദത്തിലേക്കാണ് വിശുദ്ധ വിവാഹത്തിൽ കൂടെ ദമ്പതിമാർ വിളിച്ച് ചേർക്കപ്പെടുന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഈ വരപ്രസാദമില്ലാതെ അന്ത്യനായ വിധി വരെ നീളുന്ന ആ വലിയ ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തതയുടെ പങ്കാളികളായിത്തീരുവാൻ ഒരിക്കലും സാധിക്കാതെ വരും. അതുകൊണ്ടാണ് വിശുദ്ധ വിവാഹത്തെ വിശുദ്ധ കൂദാശയായിട്ട് തന്നെ കർത്താവ് യേശു മിശിഹ ദൈവത്തിൻ്റെ സഭയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പൂർത്തീകരിച്ച് കൽപ്പിച്ച് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഒരു തിരിച്ചറിവ് ഇല്ലാതെ വരുന്നിടത്താണ് ഇപ്പോൾ പലരും പറയുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ പള്ളിയിലെ സർട്ടിഫിക്കറ്റിന് എന്താവില്ല, എന്തൊക്കെ ഉണ്ടായാലും ഇപ്പോൾ എന്ത് വേണം? അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ, വിദേശത്തേക്ക് പോകണമെങ്കിൽ രജിസ്ട്രാറുടെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. എന്തൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഒരുമിച്ചുള്ള ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ വരപ്രസാദത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങേണ്ടത് തന്നെയാണ് സഹോദരങ്ങളെ. നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ, നിങ്ങളുടെ ദൈവസന്നിധിയിലെ സമർപ്പണത്തിലൂടെ. അതില്ലാതെ ഒരിക്കലും നമുക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് പല പള്ളികളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വിവാഹ വാർഷികമൊക്കെ നല്ല പ്രാർത്ഥനാ സന്ദർഭമായിട്ട് മാറ്റുന്നുണ്ട്. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുരോഹിതൻ വിളിച്ച് പറഞ്ഞ്
ഇന്ന ദമ്പതികളുടെയൊക്കെ വിവാഹ വാർഷികം ഈ ആഴ്ചയാണ്. അപ്പോൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നാളിതുവരെ അവർ അനുഭവിച്ച നന്മകളെ പ്രതി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയണം. എത്ര വലിയൊരു സത്യമാണത്. ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ പുതിയ വർഷത്തിലേക്ക് ദമ്പതികൾ പ്രവേശിക്കുമ്പോൾ ഇതുവരെ വഴി നടത്തിയ അതേ കൃപ കൂടുതൽ ഉജ്ജ്വലമായി അവരുടെ ഒരുമയിൽ, അവരുടെ കൂട്ടായ്മയിൽ ശോഭിക്കുവാനും അതുവഴിയായി ദൈവനാമം മഹത്വപ്പെടുവാനും ഇടയാകണമേ എന്ന് ഇടവക ഒന്നായി പ്രാർത്ഥിക്കുന്നിടത്ത് പുതിയ ഒരുമയുടെ നല്ല തരംഗങ്ങൾ സഹോദരങ്ങളെ അവിടെ പുറപ്പെടുന്നുണ്ട് എന്നുള്ളത് ബോധ്യങ്ങളെ പ്രകാശിപ്പിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ വിവാഹമെന്ന വരപ്രസാദത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെടുന്നത് നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സിമ്പിൾ എന്ന് അന്ന് കർത്താവിനെ കേട്ട ആ ജനസമൂഹം പറയുകയാണ്. അവിടുന്ന് ഗലീല വിട്ടിട്ട് യോർദാൻ്റെ തീരങ്ങളിൽ, യഹൂദ്യയുടെ തീരങ്ങളിലേക്ക് വന്നപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരാൾ കർത്താവിനോട് ചോദിച്ചൊരു വിഷയമാണ്. സത്യത്തിൽ വിവാഹത്തെ പറ്റി അല്ല യഹൂദൻ ചോദിച്ചത്, വിവാഹമോചനത്തെ പറ്റിയാട്ടോ. വിവാഹമോചനത്തെപ്പറ്റി ചോദിച്ചവർക്ക് നേരെ എന്താണ് വിവാഹം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കർത്താവ് വെളിപ്പെടുത്തിയിട്ടാണ് വിവാഹമോചനത്തെപ്പറ്റി അവിടുന്ന് സൂചിപ്പിക്കുന്നത്. ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൂടിയിരുന്നവർ പറഞ്ഞു, അയ്യോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സിമ്പിൾ. ഏതോ ഇപ്പോഴത്തെ യൂത്തിൻ്റെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വെസ്റ്റേൺ മ്യൂസിക് റാപ്പ് എന്ന് എന്താ പറയുക, അങ്ങനെയല്ലേ അല്ലേ, റാപ്പ് സംഗീതമല്ലേ, ഡേഞ്ചറസ് എന്നൊക്കെ കേൾക്കുമ്പോൾ അതെ വളരെ ഡേഞ്ചറസ് തന്നെയാണ്. വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് വിവാഹം ഈ വിധത്തിൽ അത് കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറയുകയാണ്. വളരെ ചിന്തിച്ചും വളരെ പ്രാർത്ഥിച്ചും എടുക്കേണ്ടുന്ന ജീവിതത്തിലെ പുതിയൊരു ചുവടുവയ്പ്പാണ് വിവാഹം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കുടുംബജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നിടത്ത് ആ വരപ്രസാദത്തെ സ്വീകരിക്കത്തക്ക വിധത്തിൽ മനസ്സൊരുങ്ങുക എന്നതാണ് പരമപ്രധാനം. അതിനുവേണ്ടി മനസ്സൊരുങ്ങണം. ആ മനസ്സൊരുക്കത്തിൻ്റെ വഴികളിൽ തീർച്ചയായും വിശുദ്ധ വിവാഹം എന്നുള്ള ഉദാശയിൽ കൂടെ സഹോദരങ്ങളെ അദൃശ്യമായ പല മോതിരങ്ങളും നമ്മുടെ വിരലുകളിന്മേൽ അണിയിക്കപ്പെടും. വിവാഹ ശുശ്രൂഷയിലോട് ചേർന്ന് ഉള്ള ആ ഒരു മോതിരം മാത്രമല്ല കേട്ടോ. എല്ലാവർക്കും അറിയാം വിവാഹ ശുശ്രൂഷയ്ക്ക് 2 ഘട്ടങ്ങളുണ്ടെന്നല്ലേ. ആദ്യത്തേത് മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷയാണെങ്കിൽ രണ്ടാമത്തേത് കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ അന്ന് പ്രാർത്ഥിച്ച് ഈ മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷയിൽ മോതിരം പ്രാർത്ഥിച്ച് നൽകപ്പെടുന്ന സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് തിരിച്ചറിയേണ്ടുന്ന വലിയൊരു സംഗതി, നമുക്ക് മുൻപിൽ മാതൃകയാവുന്നത് ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുൻപോട്ട് വയ്ക്കുന്ന സംഗതി എന്താണ്? യേശു ക്രിസ്തുവും മണവാട്ടി സഭയും തമ്മിലുള്ള ബന്ധം. സ്വർഗീയ മണവാളനായ യേശു ക്രിസ്തുവും സ്വർഗീയ മണവാട്ടിയായ സഭയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെ മാതൃകയാക്കിക്കൊണ്ട് വിശുദ്ധ വിവാഹ ജീവിതത്തിലേക്ക് ചേർന്ന് വരുവാനായിട്ടാണ് ഓരോ ദമ്പതികളും വിളിക്കപ്പെടുക. ശുദ്ധ മാമോദീസയിൽ ആദ്യമായിട്ട് പേര് ചൊല്ലി വിളിച്ച ദൈവത്തിൻ്റെ കരുണയോട് വീണ്ടും സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപേക്ഷിക്കുകയാണ്. എന്ത്? നാമം ചൊല്ലി ദമ്പതികൾക്കായി വരമേകേണം, തേജോലോകത്ത് ഇവരുടെ കാലം ശുഭമാകേണം. നീ പേര് വിളിച്ച് ദൈവമേ ഇവരെ അനുഗ്രഹിക്കണം, പേര് വിളിച്ച് അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടെ വ്യക്തിപരമായിട്ട് ഇവരെ നീ അനുഗ്രഹിക്കണം, പേര് വിളിച്ച് അനുഗ്രഹിക്കുന്ന സന്ദർഭം. എന്തിനു വേണ്ടി ആ വലിയ കൃപ ഇവർക്ക് വേണ്ടത്? എന്തുകൊണ്ടാണ്? തേജോലോകം വരെ നീണ്ടു നിൽക്കുന്ന, നിത്യജീവിതം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ഉടമ്പടിയിലേക്ക്
ദൈവമേ, നിൻ്റെ നാമത്തിലും നിൻ്റെ സ്നേഹത്തിലും ഇവർ ചേർന്ന് വരുമ്പോൾ, ഇവർ നിൻ്റെ അക്ഷയമായ മുദ്ര കൊണ്ട് അലങ്കൃതമായി തീരുമ്പോൾ, തീർച്ചയായും അവിടുത്തെ കൃപയില്ലാതെ ഇവർക്ക് തങ്ങളുടെ ജീവിതം സാക്ഷ്യത്തിൻ്റെ ജീവിതമാക്കി മാറ്റുവാൻ സാധിക്കുകയില്ല. അപ്പോൾ മോതിരവാഴുവിൻ്റെ ശുശ്രൂഷയിൽ മോതിരം നൽകുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആ മോതിരത്തെ, നമുക്കൊക്കെ കാണാവുന്ന ആ മോതിരത്തെ പങ്കുവെക്കലിൻ്റെ ആ ഒരു അനുഗ്രഹീത വഴികളിലേക്ക് ഇവർ വിളിക്കപ്പെടുകയല്ലേ. തീർച്ചയായിട്ടും അവിടെ ഷെയറിങ്, അതെ, ആദ്യത്തെ മോതിരം പങ്കുവെക്കാനുള്ള ഒരു മനസ്സ്. ഈ പങ്കുവെക്കൽ സാധിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ആദ്യമായി പങ്കുവെക്കൽ നടത്തണം കേട്ടോ. നീ നിന്നെ തന്നെ ദൈവത്തിന് പകുത്തു കൊടുത്തിട്ടുണ്ടോ? നീ ദൈവത്തിന് നിൻ്റെ സന്നിധിയിൽ പ്രഥമമായ സ്ഥാനം നൽകിയിട്ടുണ്ടോ എന്ന് അവിടുന്ന് നമ്മളോട് ചോദിക്കുന്ന സന്ദർഭമായിട്ട് അതിനെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷ മധ്യേ വധൂവരന്മാർ പരസ്പരം അവരുടെ കരങ്ങളെ പരസ്പരം ഇങ്ങനെ ഏൽപ്പിച്ച് കൊടുക്കുന്ന സന്ദർഭത്തിൽ പുരോഹിതൻ പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു. വിശുദ്ധ ത്രോണോസിൻ്റെയും വിശുദ്ധ എവൻഗേലിയോൻ്റെയും വിശുദ്ധ ശ്ലീബായുടെയും സന്നിധിയിൽ, ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെ എന്ന് പറഞ്ഞിട്ട് പുരോഹിതൻ പറയുകയാണ്, ഇതാ ഹൃദയവിചാരങ്ങളെ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ സന്നിധിയിലല്ല നിങ്ങൾ നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. അപ്പോൾ ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധി എന്നുള്ള നിലയ്ക്കാണ് വിശുദ്ധ വിവാഹം ദൈവാലയത്തിനുള്ളിൽ വെച്ച് നിവർത്തിക്കപ്പെടുന്നത്. ആ വിശുദ്ധമായ കൂദാശ പരിശുദ്ധാത്മാവിൻ്റെ വിളക്കിച്ചേർക്കലിലൂടെ പൂർത്തീകരിക്കപ്പെടണമെന്ന് ഹൃദയപൂർവ്വമായി വിശ്വസിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് ദൈവാലയത്തിനുള്ളിലേക്ക് ഇവർ കടന്നു വന്ന് അതിനുവേണ്ടി മനസ്സൊരുങ്ങുന്നത് എന്ന് മറക്കാതിരിക്കണം. അപ്പോൾ ഈ ഷെയറിങ്ങിൻ്റെ കൂടെ നമുക്ക് 5 വിരലുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 5 വിരലുകളിലും വിവിധങ്ങളായ മോതിരങ്ങൾ അന്നവിടെ വാഴ്ത്തപ്പെട്ട് നമ്മുടെ വിരലുകളിൽ അണിയിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഷെയറിങ് നമ്മൾ കണ്ടു. ഇനി അടുത്ത റിങ് എന്താണ്? ഡിയറിങ് അല്ലേ? ഡിയറിങ് ആണ് ഒരു പ്രിയപ്പെടലിൻ്റെ വലിയ അനുഭവത്തിലേക്ക് അതുവരെ ആ 2 വ്യക്തികളും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ പ്രിയം ഇവർക്ക് കൊടുക്കുന്നത് സത്യത്തിൽ പരിശുദ്ധാത്മാവാണ്. അവരുടെ സ്നേഹത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ മാറും. എങ്ങനെ? പുതിയ സ്നേഹത്തിൻ്റെ ഉറവക്കണ്ണുകൾ അവരുടെ ഹൃദയത്തിൽ ഉത്ഭവിക്കുവാൻ ഇടയായിത്തീരും കേട്ടോ. യാതൊരു സംശയമില്ല. വിശുദ്ധ വിവാഹം പരിശുദ്ധാത്മാവ് ഇറങ്ങി പൂർത്തീകരിക്കുമ്പോൾ അവരുടെ 2 ആളുകളുടെയും ഹൃദയത്തിൽ പുതിയൊരു സ്നേഹത്തിൻ്റെ ഉറവക്കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. അവരുടെ സ്നേഹത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അങ്ങ് മാറുകയാണ്. എന്തിനാ ക്വാളിറ്റി മാറണത്? ക്വാളിറ്റി മാറണം. കാരണം നമ്മളുടെ ഇതുവരെയുള്ള പല സ്നേഹങ്ങളും പ്രിയങ്ങളുമൊക്കെ എന്തിനെയാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ചില കഴിവുകൾ, പ്രത്യേകമായ ചില ശേഷികൾ, പ്രത്യേകമായ ചില വിരുതുകൾ, ആ കുടുംബത്തിൻ്റെ പ്രത്യേകമായ ചില മഹിമകൾ, അങ്ങനെ പലതൊരു പക്ഷേ നമ്മൾ നോക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണമായിട്ട് സ്നേഹിക്കുക. എന്നാൽ വിശുദ്ധ വിവാഹത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ ഈ 2 പേരുടെയും മനസ്സിൽ സംഭവിക്കണ വലിയൊരു വ്യത്യാസം എന്താണെന്നറിയോ? ദൈവകരങ്ങളിൽ നിന്ന് തൻ്റെ ഇണയെ സ്വീകരിക്കാനായിട്ട് അവർ സമ്മതമരുളുകയാണ്. അവരുടെ മനസ്സൊരുങ്ങുകയാണ്. മനസ്സൊരുങ്ങണം, അല്ലാതെ സാധിക്കില്ല. മനസ്സൊരുങ്ങുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അവരായിരിക്കുന്ന അവസ്ഥയിൽ തൻ്റെ പങ്കാളിയെ സ്വീകരിക്കാൻ 2 പേർക്കും സാധിക്കും. കാരണം ആരിൽ നിന്നാണ് സ്വീകരിക്കുക? ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ്. താനായിട്ട് പോയി തേടി പിടിച്ചു കൊണ്ടുവന്ന ഇടപാടല്ല, ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവകരങ്ങളിൽ നിന്ന് പങ്കാളിയെ സ്വീകരിക്കുന്നിടത്ത് അവരുടെ കഴിവുകൾ മാത്രം കണ്ടല്ല, അവരുടെ കുറവുകൾ കൂടി കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും. അതുകൊണ്ട് ഡിയറിങ്
കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു മനസ്സൊരുക്കം പ്രധാനപ്പെട്ടതാണ്. കഴിവുകളോടുകൂടെ കുറവുകളും കണ്ടുകൊണ്ട് ദൈവം എനിക്ക് നൽകിയതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ സ്വീകരിക്കാൻ രണ്ടാൾക്കും സാധിക്കണം. അടുത്ത റിങ് ഏതാണെന്നറിയുമോ? കെയറിങ് ആണ്. കെയറിങ് കേട്ടോ. കെയറിങ്, ഈ കരുതൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കരുതൽ കൊടുക്കേണ്ടത് പങ്കാളിക്ക് മാത്രമല്ല കേട്ടോ. ഈ പറയുന്ന സ്നേഹവും കരുതലും ഒന്നും പങ്കാളിക്ക് മാത്രമല്ല. പങ്കാളിക്ക് കൊടുക്കുന്ന സ്നേഹത്തിനും കരുതലിനും തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. വേറെ ആർക്കും അത് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിരലുകൾ കൊട്ടിപ്പിടിക്കുമ്പോൾ അതിനകത്ത് പങ്കാളി മാത്രം പോരാ. ദൈവത്തിൻ്റെ കൃപ ആഗ്രഹിക്കണം. 2 കുടുംബങ്ങൾ അവിടെ ഒന്നാവുകയാണ്. ഒരു പുതിയ കുടുംബം ഉണ്ടാവുകയാണ്. 2 കുടുംബങ്ങൾ ഒന്ന് ചേർന്നിട്ട് പുതിയൊരു കുടുംബം അവിടെ ഉണ്ടാവുകയാണ്. ഈ വരനെയും വധുവിനെയും സംബന്ധിച്ച് അവർക്കിതുവരെ ഒരപ്പൻ ഒരമ്മ, സ്വന്തം കുടുംബത്തിലെ സഹോദരങ്ങൾ മാത്രമാണ് എങ്കിൽ 2 പേരെയും സംബന്ധിച്ച് വിവാഹത്തിന് ശേഷം ഒരപ്പൻ്റെ സ്ഥാനത്ത് 2 അപ്പന്മാരെ, ഒരമ്മയുടെ സ്ഥാനത്ത് 2 അമ്മമാരെ, ഒരു സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ സ്ഥാനത്ത് ഇതാ വീണ്ടും അടുത്ത ഒരു പറ്റം കൂടെ ചേർന്ന് വരികയാണ്, ബന്ധുമിത്രാദികളൊക്കെ ചേരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ വിവാഹത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി പൂർത്തീകരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, ക്വാണ്ടിറ്റി കൂടെ. ഇവരെയൊക്കെ സ്നേഹിക്കണമെങ്കിൽ കൂടുതൽ സ്നേഹം നമുക്ക് വേണ്ടേ? സ്നേഹത്തിൻ്റെ ഉറവ ഒരിക്കലും വറ്റാതിരിക്കണ്ടേ? തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു അത് സംഭവിക്കണമെന്ന്. മനുഷ്യനും കൂടെ ആഗ്രഹിക്കണം, മനുഷ്യനും കൂടെ വഴങ്ങിക്കൊടുക്കണം, മനുഷ്യനും കൂടെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് തിരുവചനം പറയേണ്ടത്, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. സംയോജിപ്പിക്കുന്ന ദൈവമാണെങ്കിൽ മനുഷ്യന് അവൻ്റെ സൃഷ്ടിയുടെ പരിമിതിയിലൊരു വലിയ പ്രശ്നമുണ്ട്. വേർപിരിക്കുന്ന വിധത്തിൽ മാനുഷികമായ നിലയിൽ മാത്രം അവൻ ചിന്തിച്ച് അവൻ്റെ ഈഗോ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ വലിയ അപകടങ്ങളുണ്ടാവും. അവൻ ഈ ലോക ജീവിതവും തൻ്റെ ശരീരവും ഒക്കെ മാത്രമാണ് പ്രശ്നമായി വരുന്നിടത്ത്, ഈഗോ പരിധി വിട്ട് വർക്ക് ചെയ്യുന്നിടത്ത് പെട്ടെന്ന് ഉരസലുകളും ക്ലാഷുകളും ഉണ്ടാവും. ഒരു തർക്കമില്ല. സ്നേഹത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വർദ്ധിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചുകൊണ്ട് നിറപടിയായിട്ടത് പകർന്നു തരുമ്പോൾ സ്വീകരിക്കത്തക്ക വിധത്തിലുള്ള ആത്മവിനയത്തിൽ കൂടെ ഒന്ന് നിന്നു കൊടുക്കാൻ, ആത്മവിനയത്തോടുകൂടെ തിരുസന്നിധിയിൽ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് ഒന്ന് നിന്നു കൊടുക്കാൻ തയ്യാറാവണം. അവിടെ മനസ്സുകൾ മാറുന്നു, അവിടെ മനോഭാവങ്ങൾ മാറുന്നു, പുതിയ കുടുംബം സൃഷ്ടിക്കപ്പെടുകയാണ്. അടുത്ത റിങ് എന്താണ്? നമ്മളിപ്പോൾ ഷെയറിങ്ങിൽ തുടങ്ങി ഡിയറിങ്ങും കെയറിങ്ങും ഒക്കെ കേട്ടു അല്ലേ? എൻ്റെ മുന്നേ ഈ കെയറിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുക, ചിലർ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ളവർ നമ്മളെ ഒരുമിച്ച് സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരസ്പരം ഇങ്ങനെ കേൾക്കാൻ പറ്റും, എന്നത് പിന്നെ ഞാൻ ഫോണിൽ കൂടെയാണല്ലോ കേൾക്കുന്നത്, എന്നത് കഴിച്ചോന്നോ, നിനക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ നിനക്കത് ഇന്ന് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നുവിടാൻ മേലായിരുന്നോ എന്നൊക്കെ ഇപ്പുറത്തുനിന്ന് കേൾക്കാം. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഈ ചങ്ങാതിയുടെ മുഖം ഒന്ന് മാറിയിട്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മുഖം ഒന്ന് മാറിയിട്ട് ചെറിയൊരു ജാള്യത. ഫോൺ നിർത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ മുഖത്ത്. എൻ്റെ അച്ഛോ അതെ, അവളിപ്പോൾ വിളിച്ചത് എന്നോട് കഴിച്ചോന്നാണ് ആദ്യം ചോദിച്ചത്. ഞാൻ തിരിച്ചടിച്ചു, കാര്യം എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയാൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൾക്കത് ഉണ്ടാക്കാൻ പറ്റിയില്ലായിരിക്കും. എന്തായാലും അതുകൊണ്ട് ഞാൻ തിരിച്ച് കിട്ടിയ സന്ദർഭം വിട്ടുകൊടുത്തില്ല. ഉടനെ ചോദിച്ചു, നിനക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ ഉണ്ടാക്കി തന്നു വിടാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചു പോയി ഞാൻ. പക്ഷേ പെട്ടെന്ന് അവൾ എന്നോട് ചോദിച്ചത്, മനുഷ്യനെ അത് കഴിച്ചോന്നല്ല, ആ ഗുളിക കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിക്കേണ്ട ഗുളിക കഴിച്ചോ. ഇതാണ് കെയറിങ് എന്ന് പറയുന്നത്, കരുതൽ. അതാണ് ഈ കരുതൽ എന്ന് പറയുന്നത്. കരുതലും സ്നേഹവും കരുണയും ഒക്കെ ഒരിക്കലും ഒരു ഗിവിങ് എൻഡിൽ നിൽക്കാൻ സാധാരണ മനുഷ്യന് സാധിക്കത്തില്ല. എപ്പോഴും ഒരു റിസീവിങ് എൻഡാണ് നമുക്കിഷ്ടം. നമ്മെ കരുതണം,
നമ്മളെ സ്നേഹിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും വിചാരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നിടത്ത് വലിയൊരു രാസമാറ്റം സംഭവിക്കുകയാണ്. അവിടെ മനസ്സ് മാറിയിട്ട്, മനോഭാവം മാറിയിട്ട് ഞാൻ പറയും, ഞാൻ കരുതും എന്നെ കരുതിയില്ലെങ്കിലും, ഞാൻ സ്നേഹിക്കും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും. ഇതിൽ വലിയ രാസമാറ്റമാണ് കനായിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് എന്നുകൂടെ നമുക്ക് മറക്കാതിരിക്കാം. അപ്പോൾ ഈ കെയറിങ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഷെയറിങ് പറഞ്ഞു, ഡിയറിങ് പറഞ്ഞു, കെയറിങ് പറഞ്ഞു അല്ലേ? ഇനി അടുത്തത് എന്താ? ബി ആയിക്കോട്ടെ അല്ലേ? അതെ, ബി, ബെയറിങ്. ബെയറിങ് എന്ന് പറയുന്ന മറ്റൊരു റിങ് കൂടെ കേട്ടോ ചേർക്കപ്പെടുന്നുണ്ട്. ആ റിങ് ആവശ്യമാണ് എൻ്റെ പൊന്നെ. അതില്ലാതെ മുൻപോട്ട് പോവാനേ പറ്റില്ല. മധുസൂദനൻ നായർ പാടുന്നുണ്ട് തൻ്റെ കവിതയിൽ, അമ്മയുടെ എഴുത്തുകൾ. മനോഹരമായൊരു കവിതയാണ്. പൊക്കിളിങ് വള്ളി അടർത്തിക്കളഞ്ഞ് തൻ പൊൽക്കരൽ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ എന്ന് പറഞ്ഞിട്ട് കവി പാടുന്നുണ്ട്. നിൻ്റെ പൊൽക്കരൽ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ ഇപ്പോൾ അങ്ങനെ ഒന്നിനെയും പറ്റി വല്ലാതെ ഓർത്തുകൊണ്ടൊന്നും ഇരിക്കണില്ല. എൻ്റെ പല പ്രിയങ്ങളും തന്നെ മാറിപ്പോയിരിക്കണു എന്നുള്ളതാണ്. പോയ കാലത്തിൻ്റെ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം. അതൊക്കെ ഞാൻ വളരെ സെൻസിറ്റീവായിരുന്ന ഒരു കാലത്ത്, വളരെ ഇമോഷണലി സെൻസിറ്റീവായിരുന്ന ഒരു കാലത്താണ് എനിക്ക് അങ്ങനെയൊക്കെ സാധിച്ചിരുന്നത്. ഇന്നെല്ലാം വളരെ മെക്കാനിക്കലായി, യാന്ത്രികമായി മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വല്ലാത്ത പരിഭവത്തിൻ്റെയും വേദനയുടെയും വരികളാണത്. നമുക്ക് തിരിച്ചു വരാം. ബെയറിങ് ഇല്ലാതെ വലിയ പാടാണ് കേട്ടോ. കാര്യങ്ങൾ മുൻപോട്ട് പോവില്ല. കാരണം ഓരോ വ്യക്തിക്കും അവനവൻ്റെ ഇഷ്ടങ്ങളില്ലേ. ചില ഇഷ്ടങ്ങൾ ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ മേലേ, വീട്ടിൽ മുട്ടയുടെ ഉണ്ണി ഇത്തിരി കൂടി വേഗണം എന്നാണ് കുടുംബനാഥൻ്റെ ചാട്ടി. എന്തേ അത് നീ പെട്ടെന്ന് എടുത്തു, ഇത്ര വേഗണ്ട ഒരു കാര്യം ചെയ്തു തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കുടുംബനാഥ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ചിരിച്ചുകൊണ്ട് എന്ന് ഈ പറയുന്ന കുരുമുളക് പൊടിയൊക്കെ വിതറുന്നതിൻ്റെ ഇടയ്ക്ക് കുടുംബനാഥൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. അതേ, നീ ഭയങ്കര പാർട്ടിയാണല്ലോ, നിനക്ക് ചായക്ക് ചൂട് കുറഞ്ഞ ഉടനെ നീ അടുക്കള കിടന്ന് വെള്ളം ഉണ്ടാക്കുന്ന കേൾക്കാലോ, എനിക്കിച്ചിരി ചൂട് ചായ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഈ ഇഷ്ടങ്ങളൊക്കെ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ചില ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ ഇരിക്കെ തന്നെ പരസ്പരം സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും ഒക്കെ സാധിക്കുന്നിടത്ത് ബെയറിങ് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാനാവാത്ത മറ്റൊരു റിങ് തന്നെയാണ്. നമുക്ക് അദൃശ്യമായ ഒരു മോതിരത്തെ കൂടെ കണ്ടുകൊണ്ട് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട റിങ് അതാണ് അഡോറിങ്. ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് മാത്രമേ കുടുംബം സന്തോഷത്തിൽ പുലരുന്ന വലിയ സൗഭാഗ്യം അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കുന്നുണ്ടോ? അഡോറേഷൻ, ആരാധന, ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ആരാധനയിൽ സംബന്ധിക്കുവാനും മനസ്സു വയ്ക്കാത്ത, ഒരുമിച്ച് തിരുവചനം ശ്രവിക്കുവാൻ ധ്യാനിക്കുവാൻ മനസ്സു വയ്ക്കാത്ത കുടുംബങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല സഹോദരങ്ങളെ. അതില്ലാതെ ഒന്നും പൂർണ്ണമാവില്ല. അഡോറിങ് ഉണ്ടാവണം. ആ മോതിരം കൂടെ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ അണിയിക്കുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യമായ പങ്കാളിയുടെ പേര് തിളങ്ങുന്ന ഒരു മോതിരം മാത്രമല്ല എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ബാക്കിയുള്ള 4 റിങ്ങുകളെ കൂടി, 4 മോതിരങ്ങളെ കൂടെ കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൻ്റെ വഴികളെ കൂടുതൽ വിശുദ്ധമാക്കുവാനും പവിത്രമാക്കുവാനും ദൈവത്തിൻ്റെ കൃപ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കരങ്ങളെ കൂപ്പാം. കർത്താവേ, അവിടുത്തെ കൃപയിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നിൻ്റെ കൃപ ഞങ്ങളെ അണിയിക്കുന്ന വിവിധങ്ങളായ 5 മോതിരങ്ങൾ ഷെയറിങ് അഥവാ പങ്കുവെക്കലിൽ തുടങ്ങി ഞങ്ങൾ കണ്ടു പ്രിയപ്പെടൽ അഥവാ ഡിയറിങ്, കരുതൽ അഥവാ കെയറിങ്, പരസ്പരമുള്ള വഹിക്കൽ അഥവാ സഹിക്കൽ ചേരുന്ന ബെയറിങ്, ഇതിനെല്ലാത്തിനും ശക്തി നൽകുന്ന അഡോറിങ് അഥവാ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെയും ആരാധനയുടെയും വേദധ്യാനത്തിൻ്റെയും നിമിഷങ്ങൾ. കർത്താവേ,
അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ഈ വഴികളിൽ വിശുദ്ധീകരിച്ച് ഞങ്ങളെ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൽ പുതുക്കണമേ. ഞങ്ങൾ ചേർന്ന് പാടുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ആമേൻ.